എല്ലാവർക്കും മിടുക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രിൽഡ് ഫിഷ് റെസിപ്പിയുമായിട്ടാണ്. കുറച്ച് അധികം സമയം എടുക്കുന്നെങ്കിലും വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വലിയൊരു മീൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു കണമ്പാണെന്നാണ് പറയുന്നത്. കണമ്പ അല്ലെങ്കിൽ ബിയ ഫിഷ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇതൊരു 3-3.5 കിലോനുള്ള ഒരു വലിയൊരു ഫിഷാണിത്. ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി മസാലയൊക്കെ പുരട്ടണം. ഒരു 3.5 കിലോനുണ്ട് ഈ മീൻ. ഇതൊരു ട്രേയിൽ കൊള്ളുമോയെന്നറിയില്ല. കൊള്ളില്ലെങ്കിൽ നമുക്ക് പകുതിയാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനായിട്ടുള്ള മസാലപ്പൊടി തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി 1 ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം, 2 ജാതിപത്രി, 1 ടീസ്പൂൺ ജാതിക്കായുടെ കുരു പൊടിച്ചത്, 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, ഒരു 7-8 കരയാമ്പൂ, 2 ചെറിയ പീസ് കറുവപ്പട്ട, 2 ടേബിൾ സ്പൂൺ മല്ലി, അത് മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ 1/2 ടീസ്പൂൺ അയമോദകം. ഇതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഫിഷിന് വേണ്ടിയിട്ടുള്ള മസാല ഞാൻ ഇവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 വലിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 2 ലെമൺ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനെഗർ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. തയ്യാറാക്കി വെച്ച മസാലപ്പൊടിയിലേക്ക് മുൻപ് തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മീനെടുത്ത് മീനിന് 2 സൈഡിലും മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഒരു മസാലക്കൂട്ട് കൂടി തയ്യാറാക്കണം. അതിനു വേണ്ടി 2 ടീസ്പൂൺ തന്തൂരി മസാല എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്, അതുപോലെ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ തൈര് കൂടി എടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മസാലപ്പൊടിയും വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ടുള്ള മിക്സ്, അതിൻ്റെ പകുതി എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി വരഞ്ഞു വെച്ച മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് നമ്മളൊരു മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പൊടികളുടെ മിക്സ്, അത് നന്നായിട്ട് ഉൾഭാഗത്തും പുറത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇനി ഇതിന് ശേഷം നേരത്തെ നമ്മൾ വെളുത്തുള്ളിയും മസാലപ്പൊടിയും കൂടിയിട്ടൊരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പകുതി നമ്മൾ തന്തൂരി മസാല മിക്സിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി പകുതി നമുക്ക് ഇപ്പോൾ മീനിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത മീൻ നമ്മൾ ഒരു അരമണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അത് ഞാനൊരു ഫോയിലിൽ പൊതിഞ്ഞതിന് ശേഷമാണ് വെക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ച നമ്മുടെ മീൻ എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഒരു മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, തന്തൂരി മസാലയുടെ മിക്സും അതുപോലെ ഒരു പകുതി മാറ്റി വെച്ച വെളുത്തുള്ളി മസാലപ്പൊടിയുടെ മിക്സ്, അതെല്ലാം കൂടി നമ്മൾ ജോയിൻ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മിക്സ് ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് 2 ഭാഗത്തും നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ മസാല പുരട്ടുമ്പോൾ നമ്മൾ 2 സൈഡിൽ നന്നായി പുരട്ടിയതിന് ശേഷം മീനിൻ്റെ ഉൾഭാഗത്തു കൂടി നമുക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫോയിലിൽ തന്നെ പൊതിഞ്ഞിട്ട് 1 മണിക്കൂർ കൂടി നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇതൊരു 3.5 കിലോനുള്ള മീനാണ്. അപ്പോൾ അതിനുള്ള മസാലയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ മീനിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് മസാലയുടെ അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതൊരു വലിയ മീനായതുകൊണ്ട് തന്നെ നമുക്കിത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രേയിൽ വെക്കുമ്പോൾ നമ്മുടെ ട്രേയിൽ കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാനിത് പകുതിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ
ഓവനിൽ വെക്കുന്ന ട്രേ അല്ലേ, ആ ട്രേയിൽ ഞാൻ ഒരു ബേക്കിംഗ് പേപ്പർ 2 പീസ് ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം അതൊന്ന് നമ്മുടെ ട്രേയിൽ നിരത്തി വെക്കുന്നുണ്ട്. അതിനുശേഷം പകുതിയാക്കിയ മീൻ ഞാൻ ട്രേയിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഭാഗം നമുക്ക് 25 മിനിറ്റോളം ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം കൂടി മറച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതൊരു വലിയ മീനായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗവും 25 മിനിറ്റ് തന്നെ ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. നമ്മൾ ഈ ഗ്രിൽഡ് ഫിഷിൻ്റെ വാൽഭാഗം മാത്രം നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്